ഏറ്റവും പ്രിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിലൂടെ താരപദവിയിലേക്ക് ഉയർന്ന അഖിൽ മാരാരുടെ രാഷ്ട്രീയ പ്രവേശനം കേരള രാഷ്ട്രീയത്തിലും സിനിമാ ലോകത്തും ഒരുപോലെ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ കടുത്ത വക്താവായി സ്വയം അടയാളപ്പെടുത്തിയിരുന്ന മാരാർ അപ്രതീക്ഷിതമായി 2020 ചേരുകയും NDA മുന്നണിയുടെ ഭാഗമായി മാറുകയും ചെയ്തത് വലിയ അമ്പരപ്പാണ് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അഖിൽ മാരാരുടെ രാഷ്ട്രീയ ചുവടുമാറ്റങ്ങളെയും അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് മോഹങ്ങളെയും കടന്നാക്രമിച്ചുകൊണ്ട് പ്രമുഖ സംവിധായകൻ ശാന്തിവിള ദിനേശ് രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ യൂട്യൂബ് ചാനലായ ലൈറ്റ് ക്യാമറ ആക്ഷനിലൂടെ ശാന്തിവിള ദിനേശ് നടത്തിയ പരാമർശങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. ബിഗ് ബോസ് ഷോ കൊണ്ട് യഥാർത്ഥത്തിൽ ആർക്കെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അഖിൽ മാരാർ എന്ന ഉത്തരമേ ശാന്തിവിള ദിനേശിന് നൽകാനുള്ളൂ. കോൺഗ്രസുകാരനായിരുന്ന മാരാർക്ക് നിയമസഭാ സീറ്റ് കിട്ടാനുള്ള വഴി തുറന്നത് ഈ ഷോ മൂലമാണെന്ന് അദ്ദേഹം പരിഹസിക്കുന്നു. തന്റെ ജീവരക്തം കോൺഗ്രസിന്റേതാണെന്ന് എല്ലായിടത്തും വിളിച്ചു പറഞ്ഞു നടന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ ജന്മനാടായ കൊട്ടാരക്കരയിൽ തന്നെ മത്സരിക്കാൻ അവസരം ലഭിക്കുന്നു എന്നത് കൗതുകകരമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ കൈപ്പത്തി ചിഹ്നത്തിന് പ്രകാരം 2020 മാങ്ങ ചിഹ്നത്തിലാണ് മാരാർ ഇത്തവണ ജനവിധി നേടുന്നത് എന്നത് രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളുടെ വലിയൊരു ഉദാഹരണമാണെന്നും അദ്ദേഹം പറയുന്നു. അഖിൽ മാരാർ ഒരു അടിയുറച്ച ഗാന്ധിയനാണെന്ന് പരിഹാസ രൂപേണ പറയുന്ന ശാന്തിവിള ദിനേശ് ബിഗ് ബോസ് നൽകിയ ഗ്ലാമറിൽ ഒരു MLA ആയി മാറാനുള്ള മാരാരുടെ അടങ്ങാത്ത മോഹത്തെയാണ് ഇതിലൂടെ തുറന്നു കാട്ടുന്നത്. കോൺഗ്രസിൽ ഒരു സീറ്റിനായി 20ഓളം പേർ മത്സരിക്കുന്ന കാലത്ത് അവിടെ നിന്ന് സീറ്റ് ഉറപ്പിക്കുക എന്നത് മാരാർക്ക് അസാധ്യമായിരുന്നു. അതുകൊണ്ടാണ് പഴയ രാഷ്ട്രീയ ശത്രുക്കളെയും മിത്രങ്ങളെയും മറന്നുകൊണ്ട് അദ്ദേഹം പുതിയ താവളം തേടിയത്. ഇന്നലെ വരെ BJPയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുനവെച്ച വാക്കുകൾ കൊണ്ട് വിമർശിച്ചിരുന്ന ഒരാൾക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇത് സംഭവിച്ചു, അതായത് ഈ മാറ്റം സംഭവിച്ചു എന്നത് അത്ഭുതകരമാണ്. BJPയോടുള്ള വിയോജിപ്പ് കാരണമാണ് അദ്ദേഹം നേരിട്ട് താമരയിലേക്ക് പോകാതെ കിറ്റിക്സ് സാബുവിന്റെ 2020 അഭയം പ്രാപിച്ചത്. സിനിമാ നടൻ ശ്രീനിവാസന്റെ ആരോഗ്യ പ്രശ്നങ്ങളും സംവിധായകൻ ലാലിന്റെ രാഷ്ട്രീയത്തിൽ നിന്നുള്ള പിൻവാങ്ങലും കാരണം 2020 ഇന്ന് സിനിമയിൽ നിന്നുള്ള മുഖങ്ങൾ ആവശ്യമാണ്. ഈ ഒഴിവിലേക്കാണ് അഖിൽ മാരാർ കൃത്യമായി നടന്നു കയറിയത്. കിറ്റിക്സ് സാബു മാരാരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും അദ്ദേഹത്തെ കൊട്ടാരക്കരയിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തത് 2020 NDAയുടെ ഭാഗമായതോടെ പുതിയ രാഷ്ട്രീയ മാനങ്ങൾ നൽകുന്നതാണ്. BDJSനെ മറികടന്ന് NDAയിലെ രണ്ടാമത്തെ ശക്തിയാകാനുള്ള കിറ്റിക്സ് സാബുവിന്റെ നീക്കങ്ങൾക്ക് മാരാർ ഒരു കരുവാകുകയാണ് ഇവിടെ ചെയ്യുന്നത്. തനിക്ക് പണവും സ്വാധീനവും ഉണ്ടെന്ന സാബുവിന്റെ വിശ്വാസവും മാരാരുടെ ജനപ്രീതിയും ചേരുമ്പോൾ അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. BJPയുടെ വോട്ടുകൾ മാങ്ങ ചിഹ്നത്തിലൂടെ സമാഹരിച്ച് കൊട്ടാരക്കരയിലെ ശക്തരായ എതിരാളികളായ KN ബാലഗോപാലിനെയും ഐഷ പോറ്റിയെയും വീഴ്ത്താമെന്ന് മാരാരുടെ വെറും വ്യാമോഹം മാത്രമാണെന്ന് ശാന്തിവിള പറയുന്നു. നാവിലെ ബലം കൊണ്ട് മാത്രം തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം മാരാരെ ഓർമ്മിപ്പിക്കുന്നു. NDA ഭരണം പിടിക്കുകയും സുരേന്ദ്രൻ മുഖ്യമന്ത്രിയാകുകയും ചെയ്താൽ തനിക്ക് മന്ത്രിസ്ഥാനം വരെ കിട്ടുമെന്ന് മാരാർ സ്വപ്നം കാണുന്നുണ്ടാകാം. സുരേന്ദ്രനെ മുഖ്യമന്ത്രിയാക്കാൻ രാജീവ് ചന്ദ്രശേഖരോ ശോഭാ സുരേന്ദ്രനോ അനുവദിക്കുമോ എന്നതൊക്കെ മറ്റൊരു കാര്യമാണ്. കഥയിൽ ചോദ്യമില്ലാത്തത് കൊണ്ട് മാരാർക്ക് ഇത്തരം സ്വപ്നങ്ങൾ കാണുന്നത് തെറ്റില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരുപക്ഷെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയായാൽ 2020 കുറഞ്ഞത് 5 മന്ത്രിസ്ഥാനമെങ്കിലും ചോദിക്കാനുള്ള അധികാരം സാബുവിനുണ്ടാകാം. അങ്ങനെ വന്നാൽ സാംസ്കാരിക സിനിമാ വകുപ്പ് മന്ത്രിയായി അഖിൽ മാരാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ താൻ കാത്തിരിക്കുകയാണെന്ന് ശാന്തിവിള ദിനേശ് പരിഹസിക്കുന്നു. രാജേന്ദ്ര ആർലേക്കർ എന്ന ഗവർണർ മാരാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സങ്കല്പിക്കാൻ പോലും പ്രയാസമാണെന്നും എന്നാൽ മാരാർക്ക് വിശ്വസിക്കാൻ അത് മതിയെന്നും അദ്ദേഹം പറയുന്നു. കൊട്ടാരക്കരയിൽ താമര വോട്ടുകൾ മാങ്ങയിലേക്ക് മറിച്ചുകൊണ്ട് ഒരു MLA ആയി മാരാർ വിലസുന്നത് കാണാൻ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ്. അഖിൽ മാരാരുടെ രാഷ്ട്രീയ നിലപാടുകളിലെ സ്ഥിരതയില്ലായ്മയാണ് ശാന്തിവിള ദിനേശ് പ്രധാനമായും ലക്ഷ്യവെക്കുന്നത്. രാഷ്ട്രീയം എന്നത് വെറുമൊരു റിയാലിറ്റി ഷോ അല്ലെന്നും ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. കോൺഗ്രസിന്റെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരാൾ BJPയുമായി ചേർന്ന് നിൽക്കുന്ന 2020 ചേർന്നത് തന്റെ സിനിമാ ജീവിതത്തിന് ഗുണകരമാകുമെന്ന് മാരാർ കരുതുന്നുണ്ടാകാം. സാംസ്കാരിക മന്ത്രിയാക്കാനുള്ള മാരാരുടെ ഈ ചുവടുമാറ്റങ്ങൾ വെറും തമാശയായി മാത്രമേ കാണാൻ കഴിയൂ എന്നും ശാന്തിവിള ദിനേശ് വീഡിയോയിലൂടെ സമർത്ഥിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ ചടുലതകൾ കേരളത്തിന്റെ വോട്ടർമാർ എങ്ങനെ സ്വീകരിക്കുമെന്നത് വരും ദിവസങ്ങൾ വ്യക്തമാകും. കൊട്ടാരക്കര പോലുള്ള ഒരു ശക്തമായ രാഷ്ട്രീയ മണ്ഡലത്തിൽ അഖിൽ മാരാർക്ക് എത്രത്തോളം ചലനം സൃഷ്ടിക്കാൻ കഴിയുമെന്നത് കണ്ടറിയേണ്ടതുണ്ട്.
ശാന്തിവിള ദിനേശിനെ പോലുള്ളവരുടെ വിമർശനങ്ങൾ മാരാരുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നതും ചർച്ചയാകുന്നു. എന്തായാലും സിനിമയും രാഷ്ട്രീയവും ബിഗ് ബോസും എല്ലാം കൂടി കലർന്ന ഒരു പക്ക എന്റർടൈനറായി മാറിയിരിക്കുകയാണ് അഖിൽ മാരാരുടെ ഈ രാഷ്ട്രീയ പ്രവേശനം. ഇക്കാര്യത്തിൽ അഖിൽ മാരാരുടെ പ്രതികരണം എന്താകുമെന്ന് കാണാൻ അദ്ദേഹത്തിന്റെ ആരാധകരും രാഷ്ട്രീയ നിരീക്ഷകരും കാത്തിരിക്കുകയാണ്. സാംസ്കാരിക മന്ത്രിയാകാനുള്ള മാരാരുടെ യാത്രയിൽ ഇനി എത്രത്തോളം പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരുമെന്നും ശാന്തിവിള ദിനേശിന്റെ പരിഹാസങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകുമോ എന്നും കാത്തിരുന്ന് കാണാം. കേരള രാഷ്ട്രീയത്തിലെ ഈ വലിയ മാങ്ങ വിപ്ലവം വിജയത്തിലെത്തുമോ അതോ വെറും ഒരു സോഷ്യൽ മീഡിയ ചർച്ചയിൽ ഒതുങ്ങുമോ എന്നത് വോട്ടെണ്ണൽ കഴിയുമ്പോൾ മാത്രമേ വ്യക്തമാകൂ.